മുക്കുറ്റി, ഇതിനെ മുക്കുറ്റി എന്നാണ് പറയുന്നത്. പിന്നെ നിലം തെങ്ങെന്നും പറയും. നമ്മൾ അതായത് നിലത്ത് ഇങ്ങനെ നിൽക്കുന്നതാണ്. ഇത് നിലംപരണ്ടര ഒരു ഇലയാണുണ്ട്. അതൊക്കെ അവിടെ ഇഷ്ടംപോലെ നിൽപ്പുണ്ട്. ഇതോ കണ്ടോ, നിലംപരണ്ട. ഇത് മുക്കുറ്റി, മുക്കുറ്റിന്ന് നിലം തെങ്ങെന്നും പറയുന്നത്. ഇത് വേരോട് കൂടി ഇട്ട് വെള്ളം തിളപ്പിച്ച് കുടിച്ചാൽ ഒരുപാട് രോഗങ്ങൾ വിമുക്തയാവും. ഷുഗർ അങ്ങനെയൊക്കെ ഉള്ള ഇതാണ് എന്തിനാണ് ഇത് നിലം തെങ്ങല്ല, എന്തേര് കീഴാർ നെല്ലി ഇതാ കീഴാർ നെല്ലി ഇഷ്ടം പോലെ ഇവിടെയുണ്ട്. 2-3 സൈസിലെ കളറിലുള്ളുണ്ട്. ഇത് കൈതോന്നി, വെള്ളപ്പൂവുള്ളത് തുമ്പയാണല്ലേ. ഇത് കൈതോന്നി, ഇഷ്ടംപോലെ അതും ഇവിടെ ഉണ്ട്. നിലംപരണ്ട എന്ന് പറയുന്നതോ അവിടേക്ക് ഇഷ്ടം പോലെ ഉണ്ട്. അത് ഒരു പിടി അരിയൊക്കെ, ഒരു പിടി ഇല എടുത്താൽ ഒരു പിടി അരി കൂടി വേവിച്ചിട്ട് ലിവർ സിറോസിസിനൊക്കെ നല്ലതാണ്. നിലംപരണ്ട അത് കാണിച്ചിരാൻ അടുത്ത് വെച്ച്. ഇതാണ് 3 ഇല. വേണ്ട 3 ഇലയാണ് അതിൽ കാണുന്നത്. ഓരോ ഇതളിൽ 3 ഇല വീതം. നിലംപരണ്ട ഇഷ്ടം പോലെ ഈ വരയിൽ ഒരുപാട് ഔഷധങ്ങൾ ഈ പുരയിടത്തിലുണ്ട്. ഇതൊക്കെ പുഴുത് കളയാനേ ഒക്കുള്ളൂ, അത്രയ്ക്കുണ്ട്. പിന്നെ ഇല്ലെങ്കിൽ ആരെങ്കിലും ഔഷധം ഉണ്ടാക്കുന്നവരാരെങ്കിലും വന്ന് ചോദിച്ചാൽ അവർക്ക് കൊടുക്കുക, അത്രയേ ഉള്ളൂ. മുളക്, എന്തേലും മുളക് കാശ്മീരി ചില്ലി നല്ലപോലെ കായ്ച്ച് 3-4 ട്രിപ്പായിട്ടുണ്ട്. അവിടെ നിൽപ്പുണ്ട്, അതിലുമൊക്കെ കായ്ച്ചിട്ടുണ്ട്. ഇത് മറ്റേ വെള്ള കാന്താരിയും ഉണ്ട്. ഇത് അല്ലാത്ത കാന്താരി, ഇത്തിരി കൂടെ നീളമുള്ള നല്ല മണവും മീനിലിടാനൊക്കെ കൊള്ളാം. വലിയ കാന്താരി ഇതിലൊരുപാട് കായ്ച്ചിട്ടുണ്ട്. ആണെന്ന് ഇഷ്ടം പോലെ കായ്ച്ചിട്ടുണ്ട്. മുട്ടും മുളകുമായിട്ട് ഇത് ഇത്രേ വളരത്തുള്ളൂ. ഇത് പിന്നെ പഴുക്കും, വളഞ്ഞ് പഴുക്കും. മുളക് പറിക്കാൻ ഒരു കിണ്ണിയായിട്ട് വന്നതാണ്. ഒരു പാവയ്ക്ക അവിടെ കേടായിപ്പോയി. ഇവിടെയും ഒരു പാവയ്ക്ക നിൽക്കുന്നൊരു കുഞ്ഞു പാവയ്ക്ക, 1-2 ഇവിടെ ഒരു അഗസ്തി ഇട്ടിട്ടുണ്ട്. അതുപോലെ അവിടെ ഒരു അഗസ്തി ഇട്ടിട്ടുണ്ട്. കുടംപുളിയുടെ തൈ, മുള്ളാത്തി, ഇത്